ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗെയിം തിയറിയാണ്. ഗെയിം തിയറി ഈസ് എ മാത്തമാറ്റിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് മെത്തേഡ് യൂസ്ഡ് ടു അനലൈസ് സിറ്റുവേഷൻസ് വെയർ ടു ഓർ മോർ ആക്ടേഴ്സ് മേക്ക് ഡിസിഷൻസ് ദാറ്റ് അഫക്റ്റ് ഈച്ച് അതർ. രണ്ടോ അതിലധികമോ അഭിനേതാക്കൾ, ഈ ആക്ടേഴ്സ് പരസ്പരം ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയെന്ന് വിചാരിക്കുക. ആ സാഹചര്യത്തെ വിശകലനം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ തിയറിയാണ് ഗെയിം തിയറി. ഇൻ ഇൻ്റർനാഷണൽ റിലേഷൻസ് ഇറ്റ് എക്സ്പ്ലെയിൻസ് ഹൗ സ്റ്റേറ്റ് ബിഹേവ് സ്ട്രാറ്റജിക്കലി വെൻ ദെയർ ഇൻട്രസ്റ്റ് കോൺഫ്ലിക്റ്റ് ഓർ കോർപ്പറേറ്റ്. അതായത് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ താല്പര്യങ്ങൾ, അവർക്ക് ഇൻട്രസ്റ്റാണ് അവർ കൂടുതൽ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ആ താല്പര്യങ്ങൾക്കനുസരിച്ച് അവർ സഹകരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവർക്കിടയിൽ എന്തെങ്കിലും വൈരുദ്ധ്യം വരികയാണെങ്കിൽ ആ ഒരു സമയത്ത് ഇവരെങ്ങനെ തന്ത്രപരമായി പെരുമാറുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്റ്റേറ്റ്സ് ആക്ട് ആസ് റാഷണൽ ആക്ടേഴ്സ്, അല്ലേ? ദെൻ ഈച്ച് സ്റ്റേറ്റ് ട്രൈ ടു മാക്സിമൈസ് ഇറ്റ്സ് ബെനിഫിറ്റ് ആൻഡ് മിനിമൈസ് ലോസസ്. അതായത് ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് റാഷണൽ ആക്ടേഴ്സാണ്. അപ്പോൾ ഓരോ തവണയും അതിന് ബെനഫിറ്റ് അത് മാക്സിമം കൂട്ടാനായിട്ട് ശ്രമിക്കുന്നു, നഷ്ടം കുറയ്ക്കാനായിട്ടും ശ്രമിക്കും. നമ്മളൊരു പ്ലേ കളിക്കുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മുടെ ലോസസ് എന്ത് ചെയ്യാനോ കുറയ്ക്കാനായിട്ട് ശ്രമിക്കും. ഡിസിഷൻസ് ഡിപ്പെൻഡ് ഓൺ വാട്ട് അതർ സ്റ്റേറ്റ് മൈറ്റ് ഡു. മറ്റ് രാജ്യം എന്ത് ചെയ്തേക്കും എന്നൊരു തിരിച്ചറിവും അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ തീരുമാനങ്ങൾ. ഗെയിം തിയറി വാസ് ഡെവലപ്ഡ് മെയിൻലി ബൈ ജോൺ വോൺ ന്യൂമാൻ ആൻഡ് ഓസ്കാർ മോർഗൻസ്റ്റേൺ ഇൻ ദെയർ ബുക്ക് തിയറി ഓഫ് ഗെയിംസ് ആൻഡ് എക്കണോമിക് ബിഹേവിയർ. ബുക്ക് ചോദിക്കാറുണ്ട്. തിയറി ഓഫ് ഗെയിംസ് ആൻഡ് എക്കണോമിക് ബിഹേവിയർ ആരുടെയാണ്? ജോൺ വോൺ ന്യൂമാൻ ആൻഡ് ഓസ്കാർ മോർഗൻസ്റ്റേൺ. നെക്സ്റ്റ്, ഡെഫിനിഷൻ ഓഫ് ഗെയിം തിയറി. സം ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ്. ജോൺ വോൺ ന്യൂമാൻ ആൻഡ് ഓസ്കാർ മോർഗൻസ്റ്റേണിൻ്റെ ഗെയിം തിയറി ഈസ് ദ സ്റ്റഡി ഓഫ് റാഷണൽ ഡിസിഷൻ മേക്കിംഗ് ഇൻ സിറ്റുവേഷൻസ് ഓഫ് കോൺഫ്ലിക്റ്റ് ആൻഡ് കോപ്പറേഷൻ. അപ്പോൾ ഗെയിം തിയറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് റാഷണൽ ഡിസിഷൻ മേക്കിംഗ്. എപ്പോഴാണ്? ഇൻ സിറ്റുവേഷൻ ഓഫ് കോൺഫ്ലിക്റ്റ് ആൻഡ് കോപ്പറേഷൻ. ഈ രണ്ട് ടൈമിൽ വരുന്ന സിറ്റുവേഷനിൽ എങ്ങനെ നമ്മൾ തീരുമാനമെടുക്കുന്നു എന്നതാണ് പറയുന്നത്. അടുത്ത മാർട്ടിൻ ഷുബിക്. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് സ്ട്രാറ്റജിക് ഇൻട്രാക്ഷൻ എമംഗ് റാഷണൽ ഡിസിഷൻ മേക്കേഴ്സ്. അപ്പോൾ രണ്ടുപേരുടെയും ആ ഡെഫിനിഷൻ ഒന്ന് നോക്കി വയ്ക്കുക. ബേസിക് എലമെൻറ്റ്സ് ഓഫ് ഗെയിം തിയറി. ഒന്നാമത്തത് പ്ലെയേഴ്സ്, അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് പ്ലെയേഴ്സാണ്, നന്നായിട്ട് കളിക്കാൻ അറിയാവുന്നവർ. പാർട്ടിസിപ്പൻസ് ഇൻ ദി ഗെയിം ആരൊക്കെയാണ്? എക്സാമ്പിൾ കൺട്രീസ്, അലയൻസസ്, ലീഡേഴ്സാണ്. എക്സാമ്പിൾ ഇൻ ഇൻ്റർനാഷണൽ റിലേഷൻസിലേക്ക് വരുവാണെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് സോവിയറ്റ് യൂണിയനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഗെയിം തിയറിയിലെ എലമെൻറ്റ്സ് ആരാണ്? പ്ലെയേഴ്സാണ്. അപ്പോൾ അവിടെയാണ് സ്റ്റേറ്റ്സിൻ്റെ റോൾ, അലയൻസിൻ്റെ റോൾ അല്ലെങ്കിൽ ലീഡേഴ്സിൻ്റെയൊക്കെ റോള് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ എലമെൻറ്റ്സാണ് സ്ട്രാറ്റജീസ്. നമ്മൾ എന്ത് സ്ട്രാറ്റജിയാണ് അവിടെ ഉപയോഗിക്കുന്നത്? ദ ചോയ്സസ് അവൈലബിൾ ടു ഈച്ച് പ്ലെയർ, അല്ലേ? ഓരോ പ്ലെയറിനും അവിടെ ചോയ്സ് ഉണ്ട്. എക്സാമ്പിളാണ് അറ്റാക്ക് ഓർ നോട്ട് അറ്റാക്ക്, കോപ്പറേറ്റ് ഓർ നോട്ട് കോപ്പറേറ്റ്, സൈൻ ട്രീറ്റി ഓർ റിജക്റ്റ് ട്രീറ്റി. അപ്പോൾ ഏത് സ്ട്രാറ്റജി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ആ സ്ട്രാറ്റജി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. നമ്മൾ തെറ്റായ സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത്, നമ്മൾ ആ കളിയിൽ തോറ്റുപോകും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സ്ട്രാറ്റജി നമ്മൾ ഉപയോഗിക്കുന്നത്? അടുത്തതാണ് പേ ഓഫ്. ദ ഗെയിൻ ഓർ ലോസ് ഫ്രം എ ഡിസിഷൻ. നമ്മളെടുക്കുന്ന തീരുമാനം ശരിയാണോ തെറ്റാണോ? നമ്മളെടുത്ത തീരുമാനത്തിൽ നിന്ന് മാക്സിമം നഷ്ടമാണോ നമുക്ക് ലഭിച്ചത്, അതെയോ ലാഭമാണോ ലഭിച്ചത്? എക്സാമ്പിൾ മിലിറ്ററി അഡ്വാൻറ്റേജ്, നമ്മുടെ എക്കണോമിക് ബെനിഫിറ്റ്, പൊളിറ്റിക്കൽ പ്രസ്റ്റീജ് ആൻഡ് സെക്യൂരിറ്റി. ഇതിലേത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമ്മളൊരു പ്ലേ തുടങ്ങുമ്പോൾ നമുക്കറിയാം അതിന് കുറേ റൂൾസ് ഉണ്ട്. അതുപോലെ ഈ വേൾഡ് പൊളിറ്റിക്സിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും കുറേ റൂൾസും നോംസും ഒക്കെ ഉണ്ട്. റൂൾസ് ഡിറ്റർമൈൻ
ഹൗ പ്ലെയേഴ്സ് മൂവ്, എങ്ങനെയാണ് ഈ കളിക്കാർ മൂവ് ചെയ്യുന്നത്. വാട്ട് ഓപ്ഷൻസ് എക്സിസ്റ്റ്, അല്ലേ. അടുത്തതോ ഹൗ ഔട്ട്കംസ് ആർ ഡിസൈഡഡ്, അപ്പോൾ എങ്ങനെയാണ് ഇവർ മൂവ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ ഓരോ ടീമും പ്ലേ ചെയ്യുമ്പോൾ അവർ ഏതൊക്കെ തരത്തിലാണ് അവർ നിലനിന്ന് പോകുന്നത്. ദെൻ എന്താണ് അതിൻ്റെ റിസൾട്ട്, അല്ലെ തീരുമാനം എന്താണ്, അതിൻ്റെ ഫലം എന്താണ്. അഞ്ചാമത്തത് ഔട്ട്കമാണ്. ദ ഫൈനൽ റിസൾട്ട് ആഫ്റ്റർ പ്ലെയേഴ്സ് ചൂസ് സ്ട്രാറ്റജി, ഞാൻ ഇങ്ങനെയൊക്കെ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടും എനിക്കിങ്ങനെയാണ് ലഭിച്ചത്, അതാണ് എൻ്റെ നഷ്ടം. അല്ലെങ്കിൽ ഞാൻ ഈ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് വളരെ വലിയ നേട്ടമാണ് ഉണ്ടായത്, അതെൻ്റെ ഗെയിനാണ്, അല്ലേ. അപ്പോൾ നേട്ടമുണ്ടാകാം, നഷ്ടമുണ്ടാകാം. ഈ കളിയിൽ ഏത് സ്ട്രാറ്റജി ഉപയോഗിച്ച് ഈ നിയമങ്ങളെല്ലാം ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ പ്ലേ ചെയ്യുന്നു എന്നതാണ് ഇവിടെ നോക്കുന്നത്. ആ പ്ലേ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് റിസൾട്ട് ലഭിക്കുന്നത്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ഗെയിംസ് ഇൻ ഇൻ്റർനാഷണൽ റിലേഷൻസ്. ഒന്നാമത്തത് സീറോ സം ഗെയിമാണ്. ഇൻ എ സീറോ സം ഗെയിം വൺ പ്ലെയേഴ്സ് ഗെയിൻ ഈക്വൽസ് അനദർ പ്ലെയേഴ്സ് ലോസ്. അതായത് ഒരു കളിക്കാരൻ്റെ നേട്ടം മറ്റൊരു കളിക്കാരൻ്റെ നഷ്ടത്തിന് തുല്യമാണ്. ഫോർമുല ഗെയിൻ ഓഫ് എ ഈസ് ഈക്വൽ ടു ലോസ് ഓഫ് ബി, അതായത് എയുടെ നേട്ടം ബിയുടെ നഷ്ടത്തിന് തുല്യമാണെന്ന്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? വാർ, ടെറിട്ടോറിയൽ കോൺഫ്ലിക്റ്റ്. എക്സാമ്പിൾ കോൾഡ് വാർ, മിലിറ്ററി. ദെൻ ഇഫ് വൺ സൈഡ്സ് വിൻ ദ അതർ സൈഡ്സ് ലോസ്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ സവിശേഷതകൾ? പ്യുവർ കോൺഫ്ലിക്റ്റ്, ദെൻ നോ മ്യൂച്വൽ ബെനിഫിറ്റ്, രണ്ടുപേർക്ക് ബെനിഫിറ്റ് ഒന്നുമില്ല, അല്ലേ. ഒരാളുടെ നേട്ടം മറ്റൊരാളുടെ നഷ്ടം തുല്യം തന്നെയാണ്. കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജിയാണ്. രണ്ടാമത്തത് നോൺ സീറോ സം ഗെയിമാണ്. ബോത്ത് പ്ലേയേഴ്സ് ക്യാൻ ഗെയിൻ ഓർ ലോസ് ടുഗദർ. ഇവിടെ രണ്ട് കൂട്ടർക്കും നേടുകയും ചെയ്യാം അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാവുകയും ചെയ്യാം. എക്സാമ്പിൾ ട്രേഡ് എഗ്രിമെൻറ്റ്സ്, ദെൻ ആംസ് കൺട്രോൾ ട്രീറ്റീസ്, ക്ലൈമറ്റ് കോപ്പറേഷൻ എക്സെട്ര. അടുത്തത് പ്രിസണേഴ്സ് ഡിലേമ. മോസ്റ്റ് ഫേമസ് ആയിട്ടൊരു മോഡലാണ്. പ്രിസണേഴ്സ് ഡിലേമ ഈസ് ദ ഇമ്പോർട്ടൻറ്റ് മോഡൽ യൂസ്ഡ് ഇൻ ഇൻ്റർനാഷണൽ റിലേഷൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ്. സിറ്റുവേഷൻ, ടു ക്രിമിനൽസ് ആർ അറസ്റ്റഡ്, ദേ ഹാവ് ടു ചോയ്സസ്. അത് രണ്ട് ക്രിമിനൽസിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ടൈം വരികയാണെങ്കിൽ അവർക്ക് രണ്ട് ചോയ്സസ്, ഒന്നെങ്കിൽ കൺഫെസ് ദെൻ റിമൈൻ സൈലൻറ്റ്. ഔട്ട്കം ഡിപ്പെൻഡ്സ് ഓൺ ബോത്ത് ഡിസിഷൻ, ഇവരുടെ തീരുമാനം അനുസരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ പ്രിസണേഴ്സ് ഡിലേമ ഈ പേരൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഇതെങ്ങനെയാണ് ഇൻ്റർനാഷണൽ റിലേഷൻസിൽ അപ്ലൈ ചെയ്യുന്നത്? കൺട്രീസ് ഫേസ് സിമിലർ സിറ്റുവേഷൻ, അല്ലേ. സെയിം സിറ്റുവേഷൻ, സിമിലർ സിറ്റുവേഷനാണ് അവർ ഫേസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ന്യൂക്ലിയർ ആംസ് റേസ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സും സോവിയറ്റ് യൂണിയനുമാണ് എക്സാമ്പിൾ, അല്ലേ. ഇവർ രണ്ടുപേരും ഒരു ബൈപോളാർ സിസ്റ്റത്തെ പറ്റി നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ. ആ ഒരു ടൈമിൽ ലോകം തന്നെ രണ്ട് ധ്രുവത്തിൻ്റെ കീഴിലായിരുന്നു, അല്ലേ. ആ സമയത്താണ് പിന്നീട് നാം എന്ന് പറയുന്ന പുതിയൊരു പ്രസ്ഥാനമൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ എക്സാമ്പിളായിട്ട് നല്ല രണ്ട് എക്സാമ്പിളോടെ പറഞ്ഞിരിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സും സോവിയറ്റ് യൂണിയനും. ചോയ്സസ് എന്താണ്? ബിൽഡ് ന്യൂക്ലിയർ വെപ്പൺസ് ഓർ റെഡ്യൂസ് ന്യൂക്ലിയർ വെപ്പൺസ്. ഒന്നുകിൽ അവർക്ക് ന്യൂക്ലിയർ വെപ്പൺസ് ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് റെഡ്യൂസ് ചെയ്യാം. ബോത്ത് കൺട്രീസ് ഫിയർ ബീങ് വീക്കർ, സോ ബോത്ത് ബിൽഡ് വെപ്പൺസ് ഈവൻ തോ കോപ്പറേഷൻ വുഡ് ബി ബെറ്റർ, അല്ലേ. ഒരു ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുന്ന ടൈമിൽ ഈ ലോകം വളരെ പേടിച്ചിരുന്നൊരു ടൈമാണത്. അപ്പോൾ ആ സമയത്ത് അവർ തന്നെ ചിന്തിച്ച് ന്യൂക്ലിയർ പരസ്പരം ഉപയോഗിക്കാതെ, അല്ലേ, ആണവായുധങ്ങൾ ഉപയോഗിക്കാതെ അവർ തന്നെ സെൽഫ് കൺട്രോൾ ചെയ്ത് തീരുമാനം എടുക്കുകയാണ്. അപ്പം നമുക്കത് ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് പറയാം, അല്ലേ. ആ കോപ്പറേഷനിലൂടെ അത്ര ഫൈറ്റിൻ്റെ അറ്റത്ത് വന്നു നിന്നെങ്കിലും ന്യൂക്ലിയർ വെപ്പൺസ് അവരപ്പോൾ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയുടെ സമയത്ത്. അടുത്തതാണ് ചിക്കൻ ഗെയിം. അനദർ ഇമ്പോർട്ടൻറ്റ് മോഡൽ ഇൻ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് സിറ്റുവേഷൻ, ടു കാർ ഡ്രൈവ് ടുവേർഡ്സ് ഈച്ച് അതർ. അപ്പോൾ ഈ ടു കാർസ് ഡ്രൈവ് ടുവേർഡ്സ് ഈച്ച് അതർ, ഓപ്ഷൻസ് കണ്ടിന്യൂ ഡ്രൈവിംഗ്, ദെൻ ടേൺ എവേ, ഇഫ് നൈദർ ടേൺസ് ക്രാഷ്. രണ്ട് കാറുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓക്കെ.
അങ്ങനെ വന്നാൽ സ്വാഭാവികമായിട്ട് അവിടെ സംഭവിക്കുന്നു കണ്ടിന്യൂ ഡ്രൈവിങ് അവർക്ക് ചെയ്യാം, അല്ലെങ്കിൽ അത് ടേൺ എവേ. അപ്പോൾ രണ്ടുപേരും നൈദർ ടേൺസ്, രണ്ടുപേരും ടേൺ ചെയ്തില്ലെങ്കിൽ, ആരും ടേൺ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് ക്രാഷ് ആവും. ഓക്കെ, അത് വേറെ ഒന്നുമല്ല, ഈ IR-ലേക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ന്യൂക്ലിയർ ക്രൈസിസ് സിറ്റുവേഷൻ വന്നാൽ, എപ്പോഴെങ്കിലും ഒരു ന്യൂക്ലിയർ സിറ്റുവേഷൻ ഉപയോഗിക്കേണ്ടി വന്നാൽ, എക്സാമ്പിൾ ക്യൂബൻ മിസൈൽ ക്രൈസിസ് ഇവിടെ പറയുന്നുണ്ട്. ആക്ടേഴ്സ് ആരൊക്കെയായിരുന്നു? ജോൺ എഫ് കെന്നഡിയും നിഖിത ക്രുഷ്ചേവ്. ബോത്ത് സൈഡ്സ് ത്രെറ്റൻ ന്യൂക്ലിയർ വാർ ബട്ട് ഫൈനലി വൺ സൈഡ് ബാക്ക് ഡൗൺ ടു അവോയ്ഡ് ഡിസാസ്റ്റർ. അതായത് രണ്ട് പേരും ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കുമെന്നുള്ള, പരസ്പരം ഉപയോഗിക്കുമെന്ന് ലോകത്തിന് വളരെയധികം ഭയപ്പെട്ടിരുന്ന ഒരു ടൈമാണ്. പക്ഷേ ഒരാൾ എന്ത് ചെയ്തു? വൺ സൈഡ് ബാക്ക് ഡൗൺ ടു അവോയ്ഡ് ഡിസാസ്റ്റർ. അല്ലേ, ഒരാൾ പിന്മാറിയാൽ പോലും എന്ത് സംഭവിക്കും? ഇത് അത്രയും വലിയ ഒരു മാരകമായിട്ടുള്ള യുദ്ധം ഒഴിവാകും. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഗെയിം തിയറി ഇൻ ഇൻ്റർനാഷണൽ റിലേഷൻസ്. ഒന്നാമത്തത് എക്സ്പ്ലെയിൻ സ്ട്രാറ്റജിക് ബിഹേവിയർ, രണ്ടാമത്തത് എക്സ്പ്ലെയിൻ വാർ ആൻഡ് കോൺഫ്ലിക്റ്റ്. ഇതൊക്കെ ജസ്റ്റ് വായിച്ചു പോയാൽ മതി. എന്തൊക്കെയാണ് ഗെയിം തിയറി ഇൻ്റർനാഷണൽ റിലേഷൻസിൽ ഇമ്പോർട്ടൻസ് എന്നുള്ളത്? അവിടെ സ്ട്രാറ്റജിക് ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ യുദ്ധവും കോൺഫ്ലിക്റ്റും നമ്മൾ ഉള്ള ആ ഒരു യുദ്ധത്തെക്കുറിച്ചും കോൺഫ്ലിക്റ്റിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇൻ്റർനാഷണൽ റിലേഷൻസിൽ എന്താണ് കോപ്പറേഷൻ്റെ പ്രാധാന്യം എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് അലയൻസസിലൂടെയും ട്രീറ്റീസിലൂടെയും ഡിപ്ലോമസിയിലൂടെയും. ദെൻ ഹെൽപ്സ് പോളിസി മേക്കേഴ്സ്, അല്ലേ, ഡിഫെൻസ് പ്ലാനിങ് ഓർ ഫോറിൻ പോളിസി അനാലിസിസ്, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ലിമിറ്റേഷൻസ് നമുക്കൊന്ന് നോക്കാം. അൺറിയലിസ്റ്റിക് അസംഷൻസ് ആണ്. അസ്യൂം സ്റ്റേറ്റ്സ് ആർ ഫുള്ളി റേഷണൽ വിച്ച് ഈസ് നോട്ട് ഓൾവേസ് ട്രൂ. അപ്പോൾ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള അസംഷൻസ്. രണ്ടാമത്തത് ഇഗ്നോർസ് ഡൊമസ്റ്റിക് പൊളിറ്റിക്സ്, അല്ലേ, ഇൻറ്റേർണൽ പൊളിറ്റിക്സ് ഓൾസോ അഫക്ട് ഡിസിഷൻസ്. അപ്പോൾ അവർ IR-നെ കുറിച്ച് കൂടുതൽ ആ മേഖലയിലേക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ദെൻ കോംപ്ലക്സ് ഇൻ്റർനാഷണൽ സിസ്റ്റം, ഗ്ലോബൽ പൊളിറ്റിക്സ് ഈസ് മോർ കോംപ്ലിക്കേറ്റഡ് ദാൻ സിമ്പിൾ ഗെയിംസ്, അല്ലേ, സിമ്പിൾ ഗെയിംസിനേക്കാളും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ഗ്ലോബൽ പൊളിറ്റിക്സ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഗെയിംസ് എങ്ങനെ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും? ദെൻ എത്തിക്കൽ ഫാക്ടേഴ്സ് ഇഗ്നോർഡ് ആണ്. മോറൽ ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻസ് ആർ ഓഫൺ ഇഗ്നോർഡ്. ഇതൊക്കെയാണ് ഗെയിം തിയറിയുടെ ലിമിറ്റേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് കേൾക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. മെയ് 14-ാം തീയതി HSST പൊളിറ്റിക്കൽ സയൻസിൻ്റെ എക്സാമാണ്. നന്നായി പഠിക്കുക. ഞാനും പഠിക്കുന്നു, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.